നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതിയ സീസണിന് മുന്നോടിയായുള്ള തങ്ങളുടെ ആദ്യത്തെ പ്രീ സീസൺ മത്സരത്തിൽ FC ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. ജപ്പാനിൽ പോയിട്ട് ജപ്പാനീസ് ക്ലബ്ബ് വിസൽ കൊബയെ 1-3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചിരിക്കുന്നത്. യുവതാരങ്ങൾ ഗോൾ അടിച്ചു. പുതുതാരം യുവതാരം റൂണി ബർഗയുടെ ഗോൾ, കൂടാതെ 17-കാരൻ ദ്രോ എന്ന് വിളിപ്പേരുള്ള പെഡ്രോ ഫെർണാണ്ടസിന്റെ ഗോൾ, എറിക് ഗാർഷ്യയുടെ ഗോൾ എല്ലാം കൂടി ചേരുമ്പോൾ 3-1 തകർപ്പൻ ജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത്. മറുഭാഗത്ത് വിസൽ കൊബയ്ക്ക് വേണ്ടി ബിയാഷിറോയാണ് ഗോൾ കണ്ടെത്തിയത്. ഈ മത്സരത്തിൽ FC ബാഴ്സലോണയുടെ ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടോറസും റാഫിഞ്ഞയും ഫെർമിൻ ലോപ്പസും ലാമിൻ യമാലും ഒരുമിച്ചാണ് ഇറങ്ങിയത്. 33-ാമത്തെ മിനിറ്റിൽ എറിക് ഗാർഷ്യയിലൂടെ FC ബാഴ്സലോണ ലീഡെടുത്തെങ്കിലും 42-ാമത്തെ മിനിറ്റിൽ ബിയാഷിറോയിലൂടെ ആ ഗോൾ മടക്കി വിസൽ കൊബെ. എന്നാൽ രണ്ടാം പകുതിയിൽ സ്വാഭാവികമാണ്, ഫ്രണ്ട്ലി മത്സരമാണ്, അനവധി മാറ്റങ്ങൾ ഉണ്ടാകും. അവിടെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ: ലാമിൻ യമാലിന് പകരം റൂണി ബർഗയെ കളിക്കളത്തിലേക്ക് വിടുന്നു. പുതിയ താരത്തിന്റെ വരവ്. അതുപോലെ ടോറസിന് പകരം റോബർട്ട് ലെവൻഡോസ്കി വന്നു. ഒപ്പം തന്നെ കളിക്കളത്തിലേക്ക് വരുന്നു മാർക്കസ് റാഷ്ഫോർഡിന്റെ വരവ്. അദ്ദേഹം ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കളത്തിലേക്ക് വരുന്നു. റാഫിഞ്ഞയെ പിൻവലിച്ചുകൊണ്ടാണ് റാഷ്ഫോർഡിനെ ഇറക്കിയത്. ലോപ്പസിന് പകരം ഡാനി ഓൾമോ കളിക്കളത്തിലേക്ക് വന്നു. പെഡ്രിക്ക് പകരം ഫ്രങ്കി ഡിയോങ് വന്നു. അങ്ങനെ നിരവധി മാറ്റങ്ങളുമായിട്ട് രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കവേ 77-ാമത്തെ മിനിറ്റിലാണ് റൂണിയുടെ ഗോൾ പിറക്കുന്നത് ബാഴ്സയ്ക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ ആദ്യ ഗോൾ, ഫ്രണ്ട്ലി മത്സരമാണ്, ഇത് കൗണ്ട് ചെയ്യില്ല എങ്കിൽ പോലും തുടക്ക മത്സരത്തിൽ തന്നെ ഗോൾ അടിച്ചത് യുവതാരത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അതോടുകൂടി ബാഴ്സലോണ 2-1 ലീഡിലേക്ക് പോയി. എന്നാൽ 17-കാരന്റെ കിടിലൻ ഗോൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 87-ാമത്തെ മിനിറ്റിൽ ദ്രോ എന്ന് വിളിപ്പേരുള്ള പെഡ്രോ ഫെർണാണ്ടസിന്റെ ഗോൾ കൂടി പിറന്നതോടെ ബാഴ്സലോണ 3-1 തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.